നമസ്തേ. സൂര്യവംശ രാജാവായ ഹരിശ്ചന്ദ്രനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അദ്ദേഹം സത്യവാദിയായിരുന്നല്ലോ. അങ്ങനെ ആവുന്നതിന് മുമ്പ് ഉള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ആദ്യകാലത്ത് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ നാരദ മഹർഷി കൊട്ടാരത്തിലെത്തി രാജാവിനെ ഉപദേശിച്ചു, വരുണനെ ഉപാസിച്ചോളൂ, അപ്പോഴാഗ്രഹം സാധിക്കും. രാജാവ് വരുണനെ ഭജിച്ചു. എന്തായിരുന്നു പ്രാർത്ഥന? ജനിക്കുന്നതായ പുത്രനെ യജ്ഞപശുവാക്കി യാഗം ചെയ്യാം. വരുണൻ പ്രസാദിച്ചു, അനുഗ്രഹിച്ചു, പുത്രനുണ്ടായി. അപ്പോൾ വരുണൻ യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തി. പുത്രവാത്സല്യം ശക്തിയായിട്ടുണ്ടായിരുന്നു രാജാവിന്. തൻ്റെ വംശം നിലനിർത്താനാണല്ലോ പുത്രം വേണമെന്ന് ആവശ്യപ്പെട്ടത്. യജ്ഞപശുവായിട്ട് പുത്രനെ ഉപയോഗിച്ചാൽ ജീവഹാനി സംഭവിക്കും. അപ്പോൾ ആ വിഷമം കൊണ്ട് വരുണദേവനോട് രാജാവ് പറഞ്ഞു, പുല കഴിയട്ടെ, 10 ദിവസം കഴിയണമല്ലോ, അപ്പോഴേ ശുദ്ധി പ്രാപിക്കുള്ളൂ, എന്നിട്ട് യാഗം ആവാം. വരുണദേവൻ മടങ്ങിപ്പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എത്തിച്ചേർന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, പുത്രന് പല്ല് മുളച്ചാൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ. അത് കേട്ട് വരുണൻ വീണ്ടും മടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുത്രന് പല്ലുണ്ടായപ്പോൾ വരുണദേവൻ വന്ന് യാഗം ആവശ്യപ്പെട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞത് മറ്റൊന്നാണ്, ഈ പല്ല് കൊഴിഞ്ഞു പോകണം, എന്നാൽ മാത്രമേ ശുദ്ധമാവുള്ളൂ. വരുണൻ അതും സമ്മതിച്ചു, മടങ്ങി. ആ പല്ല് കൊഴിഞ്ഞ സമയത്ത് വരുണദേവൻ വീണ്ടും എത്തി. അപ്പോൾ രാജാവ് പറഞ്ഞത്, പുതിയ പല്ലുണ്ടാവട്ടെ, എന്നാലേ യജ്ഞപശുവിന് ശുദ്ധി ഉണ്ടാവുള്ളൂ. വരുണൻ അതും കേട്ടു, മടങ്ങിപ്പോയി. പുതിയ പല്ല് മുളച്ചു കഴിഞ്ഞപ്പോൾ വരുണൻ യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിച്ചേർന്നു. ഇത്തവണ രാജാവ് പറഞ്ഞത് മറ്റൊരു ന്യായമാണ്. പുത്രവാത്സല്യം കൊണ്ടാണ്. പുത്രന് യുദ്ധം ചെയ്യാനുള്ള പ്രായമായാലേ ശുദ്ധി പ്രാപിക്കുകയുള്ളൂ, അതിനുശേഷം യാഗം ചെയ്യാം. വരുണൻ തർക്കമൊന്നും കൂടാതെ മടങ്ങിപ്പോയി. ഈ സമയത്ത് പുത്രനായിട്ടുള്ള രോഹിതൻ അച്ഛൻ്റെ ആഗ്രഹം മനസ്സിലാക്കി വില്ലും മുമ്പൊക്കെ എടുത്ത് കാട്ടിലേക്ക് പോയി പ്രാണൻ രക്ഷിക്കണമല്ലോ. ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞു. ആ സമയത്ത് വരുണൻ പുത്രന് യൗവനമായി കഴിഞ്ഞപ്പോൾ വന്ന് യാഗം ആവശ്യപ്പെട്ടു. അപ്പോൾ കൊട്ടാരത്തിലെ കഥ വരുണന് മനസ്സിലായി. പുത്രൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ യാഗം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വരുണൻ രാജാവിനെ ഗ്രസിച്ചു. അല്ലെങ്കിൽ രാജാവിന് മഹോദരം എന്നുള്ള രോഗം പിടിപെട്ടു. വയറ് വീർക്കുക, വെള്ളമുണ്ടാവുക ഒക്കെയാണല്ലോ ആ രോഗത്തിൻ്റെ ലക്ഷണം. രാജാവ് വല്ലാത്ത കഷ്ടാവസ്ഥയിലായിത്തീർന്നു. കാട്ടിൽ കഴിയുന്നതായ രോഹിതൻ ഈ വിവരം മനസ്സിലാക്കി അച്ഛൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ വന്ന് തടഞ്ഞു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജീവഹാനി സംഭവിക്കും. അത് കേട്ട് രോഹിതൻ തൽക്കാലം പോകുന്നില്ല. വീണ്ടും ക്ഷേത്ര ദർശനവും തീർത്ഥാടനവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അടുത്ത വർഷം വീണ്ടും പുറപ്പെട്ടു. വരുണൻ ഇന്ദ്രൻ അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്ന് തടഞ്ഞു. ഇങ്ങനെ 5
കൊല്ലം കഴിഞ്ഞു. 6ാമത്തെ വർഷമായപ്പോൾ രോഹിതൻ കൊട്ടാരത്തിലേക്ക് പിതാവിനെ കാണാനായിട്ട് പുറപ്പെട്ടു. പോരുന്ന വഴിക്ക് അജീകർത്തൻ എന്ന ബ്രാഹ്മണൻ്റെ മധ്യമപുത്രനെ വിലയ്ക്ക് വാങ്ങി. പുത്രനെ സമ്പാദിക്കുക പലതരത്തിലാവാം. ജന്മം കൊണ്ടാവാം, ദത്തെടുത്തിട്ടാവാം, വിലയ്ക്ക് വാങ്ങിയിട്ടാവാം. ആ ബ്രാഹ്മണൻ മധ്യമപുത്രനെ വിൽക്കാൻ തയ്യാറായിരുന്നു. മൂത്തപുത്രനെ പിതാവിന് വളരെ ഇഷ്ടമാണ്, ഇളയപുത്രനെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ മധ്യമപുത്രനെ വിൽക്കാൻ നിശ്ചയിച്ചു. അതനുസരിച്ച് രോഹിതൻ ആ ബ്രാഹ്മണ കുമാരനെ, ശുനശേഫൻ എന്നാണ് പേര്, വാങ്ങി കൊട്ടാരത്തിലെത്തി പിതാവിന് സമർപ്പിച്ചു. ആ ശുനശേഫനെ യജ്ഞപശുവാക്കിക്കൊണ്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ് യാഗം ചെയ്തു. വരുണൻ പ്രസാദിച്ചു. രോഗമെല്ലാം മാറി സന്തോഷമായി. അതിനിടയിൽ ചില കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് ബോധ്യമായി വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് വല്ലാത്ത കഷ്ടാവസ്ഥ വരും, രോഗമൊക്കെ പിടിപെടും. അതുകൊണ്ട് സത്യം ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം വന്നു. അതോടെയാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് സത്യവാദിയായി തീർന്നത്. നമ്മളും എപ്പോഴും സത്യം പറയാനാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ തൽക്കാലത്തേക്ക് ചില വിഷമങ്ങളൊക്കെ നേരിട്ടു എന്ന് വരാം. എന്നാലും സത്യം അവസാനം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യമാണ് ദൈവം എന്ന് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് പലർക്കും ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും സത്യം പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.